കളിച്ച് തീർത്ത എന്നാ കുണ്ണയ്ക്ക് എന്താ ടേസ്റ്റ്? അത് നീ നിന്റെ വല്യമ്മച്ചോട് ചോദിക്കും കുണ്ണയ്ക്ക് എന്താ ടേസ്റ്റ്. ഒരു ഹായ് തരുമോ? നെയിം പറയുമോ? ദേവൻ ബ്രോ ഹായ്. ബാബുവിനായിട്ടൊരു വണ്ണിയൻ കളിക്കുവോ? ബാബുവിനായിട്ടൊരു വാണം വിട്ടു കൊടുത്താലോ? ശോഭ ആർ വേമ്പനാട്ട് കായൽ കേട്ടോ. ഇങ്ങനെയാണ് ബ്രോ. അണ്ണ കുനിയാൻ എത്ര തരണം? കുനിയാൻ എനിക്കൊരു 2 കോടി തരണം. എന്തു പറയുന്നു നീ പുണ്ടച്ചിവനെ? തന്തയില്ലാതുണ്ടായനെ. അലിൻ ജോസ് പെരേര സ്ട്രീക്ക് മുത്തേ ഇന്നലെ 10 സ്ട്രീക്ക് ഉണ്ടായിരുന്നേ. റീകോൺ എന്ന് പറയുന്ന ഒരു കിളവൻ കുണ്ണുണ്ട് നമ്മുടെ ടീമിൽ. പിന്നെ വേറൊരുത്തനായിരുന്നു ടൈക്കോ. ഈ 2 കുണ്ണുകളും വണ്ടി ഒന്നും ഇല്ലാതെ ഓടി എനിമിന്റെ മുന്നിലോട്ട് പോയി ചെന്ന് ചത്തു. പിന്നെ പിന്നെ കുണ്ണയും കൂത്തി തന്നെ 2 നോക്കിട്ടപ്പോൾ കഴപ്പ് കാണിച്ച് മറ്റേ കോമ്പി കൊലയ്ക്കാൻ വേണ്ടി ചെന്നതാണ്. എന്നായിരുന്നു മറ്റേ അവിടെ കവർ ചെയ്യാനും പറയാനും ഒന്നും അറിയില്ല. അങ്ങനെ അവൻ പോയി ചത്തു. ലാസ്റ്റ് ഞാൻ പിന്നെ മറ്റേ നമ്മൾ അവിടെ ഒരു ടീമിനെ വൈപ്പാക്കി നൈസായിട്ട് ഒരു 1v3 ഒക്കെ എടുത്ത് നൈസായിട്ട് ഇങ്ങനെ കടകടാന്ന് പറഞ്ഞ് കയറി വന്നപ്പം സൊണവട്ടി നല്ല ആമ്പിള്ളാർ പുഞ്ഞാണി വെച്ച ഒറ്റ ഏറെ എനിക്കത്. അങ്ങനെ ഞാനും ചത്തു. അങ്ങനെ ചിക്കൻ ഊമ്പി 10 എണ്ണം ഊമ്പി 10 എണ്ണം പോയി 10 എണ്ണം 10 ചിക്കൻ എവിടെ പോയി? പിള്ളേർ കൊണ്ട് കൊണച്ച് കളഞ്ഞു. പിന്നെ ഇന്നലെ എനിക്ക് യുവമാരെ ഒന്നും പറയാൻ വയ്യായിരുന്നു. കാരണം ഇന്നലെ 4 മണിക്കൂർ സ്ട്രീം ഇട്ട്. അപ്പോൾ തന്നെ ഐ ആം ടയേർഡ് ആയിപ്പോയി. പിന്നെ എനിക്ക് മിണ്ടാൻ. നിനക്ക് കുണ്ണ കളിക്കാൻ അറിയാം എടാ തന്തയില്ലാത്തവനെ. എനിക്ക് കേട്ടല്ലോ മിനിമം കുറച്ച് എനിക്ക് കളിക്കാൻ അറിയാം. മനസ്സിലായ? ഞാൻ വലിയ പരിപ്ലെയറാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് കളിക്കാൻ കുറച്ചൊക്കെ അറിയാം. മനസ്സിലായ? നീ മൂഞ്ചരുത്. 6-7 വർഷമായി കൊണച്ചാൻ തുടങ്ങിയിട്ട്. മനസ്സിലായ? അന്നിട്ട് കളിക്കാറില്ല. പിന്നെ ഞാൻ ഇവിടെ കുണ്ണയും കുത്തി ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇവിടെ വന്നിട്ട്. മനസ്സിലായ? നീ കൂടുതൽ കുണയ്ക്കരുത്. താളം പെടുന്ന ചാട്ടിക്കടന്ന് താളം പെടുന്ന കുണ്ണ. SBG എക്സ്ട്രാ ബ്രേക്ക് പഠിച്ചു അണ്ണ ചലഞ്ച് ചിക്കൻ ഡിന്നർ വിത്തൗട്ട് വെസ്റ്റ് ആൻഡ് ഹെൽമെറ്റ് സോളോ ജയിച്ചാ കുനിഞ്ഞു തരാം. ഈ തന്തയില്ലാത്തവനൊക്കെ എന്നാ പറയാൻ അഭിപ്രായം ഒന്ന് പറഞ്ഞേ. എടാ ഞാനിപ്പോ കൊല്ലംകാരെ പിടിച്ച് 2 കൊണ പറയണം. എന്നിട്ട് നിനക്കത് അപ്പൊ ഏതെങ്കിലും ഒരു കുണ്ണയത് കണ്ടന്റ് ആക്കും. അതുകൊണ്ട് കൊള്ളത്തൊല്ല കുറെ കുണ്ണയില്ലാത്ത മറ്റവന്മാരെയൊക്കെ വന്ന് എന്നെ തെറിയും വിളിച്ച് അതും ചെയ്യണം. അതിനാണോ നിന്റെ ഈ കൊണപ്പ്? എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കണം. എന്തേ തന്തയില്ലാത്തവൻ ഒന്നാമത് പറയണില്ല. ഞാൻ കാശുകളെ സുഖമാണ് അലമ്പുടെ വെമ്പനാട്ട് കായലത്തെ പാടിസായിരുന്നു. വെമ്പനാട്ട് കായലൊക്കെ കഴിഞ്ഞു. മനസ്സിലായി? ഇനി ഞാൻ ഒരിക്കലും പാടത്തില്ല. കൃഷ്ണപ്രിയ മോളെ അബീസ് ഗോയങ് അണ്ണാ ഹിന്ദി സോങ് പാടുമോ? എടാ ഞാൻ പാട്ടുകാരൻ. എടാ ഞാൻ ആര്? വേടനാ? അതോ ഡബ്സിയോ? അതോ ബേബി ജിന്ന? എല്ലാ കുണ്ണുകളും എൻ്റെ അടുത്ത് വന്ന് പാട്ട് പാടാൻ ഞാൻ ആരാടാ കുണ്ണകളെ? എടാ ഞാൻ ഗെയിമറാടാ മയിരെ കുണ്ണകളെ. അത് മനസ്സിലാക്കുക കേട്ടാ. എടാ ഒന്നും പറയാനില്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യില്ല. മനസ്സിലായ? വന്നിട്ട് ഒരു കുണ്ണകൾ പോലും അണ്ണാന്ന് പോലും വിളിച്ചില്ല. മനസ്സിലായ? കുണ്ണ പുണ്ടച്ചിമനെ. എന്നാ പിന്നെ ഇൻവൈറ്റ് ചെയ്തതിനാ കണ്ടം പുണ്ടച്ചിമനെ. ചായ്പ് വന്ന് പറഞ്ഞോളാ കഴിവേറി നീ വന്നപ്പം പുണ്ടച്ചിമനെ. ഇല്ലാത്തവൻ അവരെ വലിയ വെച്ചില്ല പാറി തീട്ടം തിന്നി കുണ്ണ. അവരെ വലിച്ചില്ല കുണ്ണ പുണ്ടച്ചിമൻ. വിലയില്ലാത്ത അവരാടി. ഞാൻ ഊമ്പാനാണ് ഇൻവൈറ്റ് ചെയ്തത്. കുണ്ണെ നീ ലൈവ് കാണുന്നുണ്ടെ നീ നിന്റെ തന്തോടെ കുണ്ണടിച്ച് കേട്ടാ മയില്. ഇൻവൈറ്റ് ചെയ്തിട്ട് ആളെ പൊണ്ണാ കുണ്ണ പുണ്ടച്ചിമനെ. ഇവിടെ വേറെ കുറെ പിള്ളേരുടെ കുണ്ണ അണ്ണാന്ന് വിളിക്കാൻ. നീ ഒന്ന് വേണ്ട മയിലെ. വേറൊരു കണ്ടന്മാരിനൊക്കെ അതുവഴി ഓടി പോകുന്നുണ്ടല്ലോ. അവനൊക്കെ ഓടി ചാകണയാണ്. നമ്പർ 2 നമ്പർ 3 നമ്പർ 4 കുണ്ണയില്ലാത്തവന്മാരെ. പറ്റെങ്കിൽ നിർത്തി പോടാ. എടാ തന്തയില്ലാത്തവനെ. ഞാൻ അതിന് പറ്റത്തില്ലെന്ന് പറഞ്ഞ നിനക്ക് എന്നാടാ കഴപ്പ് മയിലെത്ര?
അവിടെ തമിഴൻ പുണ്ടച്ചു മോനെ എന്നെ വാ ഓണക്ലാക്കൂണേ മൈക്ക് ആ വാ കൂണേ എന്നെ കൂണ പോളാ പുണ്ടച്ചു മോനെ തമിഴ പുണ്ടച്ചു മോനെ പോളാ കൂണേ പോളാ കൂണേ തമിഴ മയിലെ പാണ്ടി പുണ്ടെ പുണ്ടച്ചു മോനെ മിണ്ടാ കൂണേ നിരവധി മയിലെ പുണ്ടച്ചു മോനെ മിണ്ടാ കൂണേ പോളാ കൂണേ കണ്ടാരോളി തൊട്ടുവീ പുണ്ടച്ചു മോനെ പോയാ കൂണ്ട നിന്റെ വീട്ടിൽ അണ്ടി എടാ പുണ്ടച്ചു മോനെ നിന്നോട് മാർക്ക് ചെയ്തെന്ന് പറഞ്ഞു കാബരാ പുണ്ടച്ചു മോനെ കേട്ടാ മുന്നാടി പോയ നിന്റെ വലിയ കുണ്ണ പിന്നെടാ കുണ്ണ നീ ആ അടിക്കാത്ത കുണ്ണേ നിങ്ങളടിക്കൂലേ ഞാൻ മറ്റേ പണത്തെ അടിയടാ പാക്കൂസ് എന്നാലും അത് പറഞ്ഞ പോയി അടിച്ചിങ്ങനെ ചാവല്ലേ മനസ്സിലായോ ഒരുമിച്ച് അല്ല ഞാൻ പറഞ്ഞേ എടാ മീൻ സംഘല്ല മനസ്സിലായി കഴപ്പ് അവനിക്ക് എപ്പോഴോ നോക്കണേ ഞാൻ പകുതി ടാഗ് കൊടുത്ത പോയ മൊത്തം ഇന്നലെ ഷോ ഒക്കെ വലിയ കോമ്പറ്റീറ്റീവ് കൊണക്കളിയാണല്ലോ മറ്റേ വണ്ടി വെച്ച് കറങ്ങണേ സാധാരണ കോമ്പറ്റീറ്റീവിലുണ്ടല്ലോ 2-3 പേരൊക്കെയാണ് വണ്ടി വെച്ച് കറങ്ങണത് ഇത് ഒറ്റയ്ക്ക് വണ്ടി വെച്ച് കൊണങ്ങണ വെച്ച് പോയിട്ട് കുണ്ണെ കുത്തിപ്പോയി അവിടെ പോയി വീട് ചത്തു ഞാൻ ഈ കുണ്ണോട് പറഞ്ഞ ഷോയെ മൊത്തം ഇവർ 2 നോക്കിട്ടപ്പോ ഞാൻ പറഞ്ഞു ഷോയെ മൊത്തം പതിക്കെ കളി ഞാൻ അവിടെ ഇല്ല റീകോൺ കൊണ്ടേക്കുള്ളൂ റീകോണൊക്കെ അറിയാലോ 100 ഓർഡർ റീകോൺ 10 ഓടത്തുള്ളൂ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ റീകോൺ ആരെങ്കിലും 2 നോക്കിട്ട് വരാൻ പറഞ്ഞ റീകോൺ മോളി ചാടി ഇരിക്കുന്ന മോളി ചത്തി കാടി കൺഫേം റിപ്പോർട്ട് കൊടുത്തേ ഷോയെ എടാ കൺഫേം എടാ നീ പോടാ കുണ്ണെ പക്കൂസെ പുണ്ടച്ചു മോനെ നീ നീ പറഞ്ഞോണ്ടാ ഞാൻ കത്തുപോയത് ഞാൻ കറക്റ്റ് അടി അടിച്ചിട്ട് ഞാൻ ചോക്കായി നിന്റെ മൂഞ്ചിയ ടോക്കിങ് എടാ എന്താ അയ്യോ നീ ഷോയെ ഇപ്പൊ എന്നോട് അടിക്കാതെ അവനെ അണ്ടിയെ പോയി പിടിച്ചിരുന്നോണ്ടാണ് ചത്തുപോയത് ഇപ്പൊ നീ അല്ല ആരടിച്ച ബാക്കിൽ നിന്ന് അടിച്ച ഇന്നോ പക്കൂസിനു എന്നെ വാടാ പെട്ടെന്ന് വാടാ ഇതെന്ത് കോപ്പ് മൈല റൈറ്റ് സൈഡിൽ നിന്നാണ് അടി വരുന്നത് കുണ്ണെ പച്ചല്ല പാച്ചു കവർ എടുക്കണ്ടേ നീ കാക്ക കൊല ഞാൻ പറഞ്ഞ തെറിയും പറയും മൈല നിന്നെ കേട്ടാ മോളിടിച്ചാണ് മൈല തന്നെ ഒരു കൊണ്ട് പറഞ്ഞു പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് ഇറങ്ങി പറയില്ല മൈല ഉണ്ടച്ചു മോനെ അമ്മനെക്കാളും നല്ല കോമ്പി കളിക്കും മനസ്സിലായുള്ള കാര്യം പറയാനോ അവന്മാര് കളിച്ചോണ്ടിരിക്കണ നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് ഉള്ള കാര്യം പറഞ്ഞു എടാ പുണ്ടച്ചു മോനെ പക്കൂസെ എടാ പുണ്ടെ നിന്റെ വർത്തമാനം കാണുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നല്ല ടീമിൽ പോയി കയറി കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് കില്ലൊക്കെ എടുത്തിട്ട് മയില് നിന്റെ മുന്നിലോട്ട് വരും കുഞ്ഞാണി പോയിക്കോട്ടെ കേട്ടാ മയില് എടാ നമുക്ക് ടീം കിട്ടാൻ വലിയ പാടൊന്നുമില്ല നീ മനസ്സിലായ റൈസ മൂഞ്ചാനാടാ കളിക്കാൻ വേണ്ടി കയറിയക്കണം പിന്നെ നീ മ്യൂട്ടാണ് നമുക്കത് ഇതെടുക്കാം കോട്ട കൊണ്ട പറ നിർത്തല്ലേ മൈല ഞാൻ വന്നിച്ചു നിർത്തല്ല തന്തയില്ലാത്ത ഏതോ കുണ്ണ വേറെ അവിടുന്ന് മിക്കല്ലേ